Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. നമ്മുടെ സ്പോൺസേഴ്സിന്റെ ലിസ്റ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന പോലെയാണ് നമ്മുടെ താരങ്ങളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്കിറ്റുകളും അതുപോലെ കുറേയുണ്ട്, ചിരിക്കാനുള്ള കൗണ്ടേഴ്സ് കുറേയുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഷോ ഇവിടെ ആരംഭിക്കുമ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് നമ്മുടെ സ്വന്തം കൂട്ടുകാരി ശ്രുതി. രാവിലെ കണ്ടായിരുന്നു. അതെ അതെ, രജനീകാന്ത് അങ്കിളിനെ ഒരു കൗണ്ടർ ആയിരുന്നു അത്. നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് അങ്ങനെ കളയാൻ പറ്റില്ല. ഇപ്പൊ ഏത് പടം ചെയ്യുന്നത്? കൂടെ നമ്മുടെ കൂടെ നിക്കണം. ഞാൻ അവളുടെ പറഞ്ഞു. അപ്പൊ ആദ്യം വടക്കേക്കര ഒന്ന് നമ്മൾ സെൽഫ് ഇൻട്രോഡ്യൂസ് ചെയ്യാം. വടക്കേക്കരക്കി ഹലോ ഞാൻ പറഞ്ഞുതരാം. വയനാട് ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. അവിടുന്ന് ആ ചുരം ഇറങ്ങി ഇങ്ങനെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ, താമരശ്ശേരി ചുരം കാഴ്ചകളൊക്കെ കണ്ടുവന്ന് കോഴിക്കോട് എത്തുമ്പോൾ നല്ല ബിരിയാണി, ആ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല സെറ്റായി നമ്മുടെ കൊച്ചിയിലേക്ക് വരുമ്പോൾ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ വേദി, ആ വേദിയിൽ കിടിലം പെർഫോമൻസ് ചെയ്യാൻ എത്തിയിരിക്കുന്നു ഗ്രാമം ടീം. അപ്പൊ എന്തായാലും ഇവരുടെ പെർഫോമൻസ് നമുക്ക് ഇവിടെ കാണണം. ഇതിപ്പോ ഇവരുടെ കോസ്റ്റ്യൂം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കൈകൊട്ടി കളിയായിരിക്കും എന്ന്, പക്ഷെ അല്ല. ഇവരുടെ ഈ ഒരു പെർഫോമൻസിന് പറയുന്ന പേര് വീരനടനം. കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അതെന്താണ് ഈ വീരനടനം? ഞാൻ ആദ്യമായിട്ടോ കേൾക്കാം. ഘോഷയാത്രയിൽ ആദ്യമായിട്ട് കൈകുട്ടിക്കളി എന്ന രൂപം അവതരിപ്പിച്ച ടീമാണ്. ഓക്കെ, ഇതിനെ ഞങ്ങളേതായ രൂപത്തിൽ ദ്രുതതാളം മാറുന്ന നൃത്ത രൂപത്തിൽ, അതായത് നാടൻ പാട്ടുകളുണ്ട്, ഭക്തിഗാനങ്ങളുണ്ട്, സിനിമാ പാട്ടുകളുണ്ട്. സ്ലോ അല്ല, നല്ല ഫാസ്റ്റ് ആയിട്ട് അതിൻ്റെതായ രൂപത്തിൽ മാറ്റം വരുത്തിയിട്ടാണ് ഞങ്ങൾ കളിക്കുന്നത്. അതിനെയാണ് ഞങ്ങൾ വീരനടനം എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന വീരനടനം എന്താന്നുള്ളത് ഞങ്ങൾക്ക് കാണണം. പ്രേക്ഷകരെ, ഇത് ശരിക്കും നമുക്ക് പുതിയതാണെങ്കിലും ഇവര് കുറെ വർഷങ്ങളായിട്ട് പെർഫോം ചെയ്യുന്നവരാണ്. ഇവരാണ് ഇത് ആദ്യം എനിക്കൊന്ന് വൈറലായ ടീം തന്നെ. അപ്പൊ ചേച്ചി ഇതൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മുടെ വൈറൽ ടീംസിന്റെ പെർഫോമൻസ് ഇനി കാണണ്ടേ? നമ്മുടെ ഫാമിലി ടീം. അയ്യന്റെ ദൈവമേ, ഫാമിലിയുടെ കാര്യം പറഞ്ഞപ്പോഴാ അമ്പിളിക്കുട്ടൻ ഇലക്ഷൻ നിന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ? വരുന്നുണ്ട്. ഇനി വോട്ട് ചോദിക്കാൻ ഇവിടെയും കൂടെ വന്ന് നമ്മുടെ അടുത്ത് വോട്ട് ചോദിക്കാൻ വരുന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. എല്ലാരും ചെയ്യണം. എന്നാ പാവം വരട്ടെ അല്ലേ? നമ്മുടെ കുടുംബത്തിൽ ഒരാള് നിൽക്കുമ്പോൾ നമ്മൾ അതിന്റെ സപ്പോർട്ട് കൊടുക്കണം. എന്നാ നല്ലൊരു കൈയ്യടി കൊടുക്കുക. അമ്പിളിക്കുട്ടന്റെ പ്രചരണം ഇനി കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയില്. സമയത്ത് വിലയുള്ള നോട്ട്, ഈ നോട്ട് മനസ്സിന്റെ നിറമുള്ള മഷി കൊണ്ട് വിധിയിട്ട ചീട്ട്. മാനങ്കര നിയോജക മണ്ഡലത്തിലെ നമ്മുടെ പ്രിയപ്പെട്ട സമ്മതിദായകരെ, നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരാർത്ഥിയായി നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി അമ്പിളിക്കുട്ടനാണ്. അമ്പിളിക്കുട്ടൻ എല്ലാവരും വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അമ്പിളിക്കുട്ടൻ ഇപ്പോൾ നിങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. വേറൊന്നുമല്ല, വോട്ട് വയ്ക്കാൻ വേണ്ടി ഒരു വീട്ടിൽ പോയപ്പോഴേ അവിടുത്തെ ഒരു പെണ്ണിനെ കയറി പിടിച്ചു. ഒരു തെങ്ങി കെട്ടിയിട്ടൊക്കെയാണ് അഴിച്ചു വിട്ടാണ്. ഇങ്ങനെയല്ല വരേണ്ടത്. സ്ഥാനാർത്ഥിയല്ലേ നീ? സ്ഥാനാർത്ഥി അതല്ല, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടണ്ട. എന്നാലേ വരാൻ. പെണ്ണിനെ കയറി പിടിക്കാൻ പോയി. പെണ്ണെ കയറി പിടിച്ചതാ. കൊച്ചു പെണ്ണൂടല്ലേ തിന്നത്? കൊച്ചിനല്ലേ എടുക്കേണ്ടത്? കൊച്ചിന് ഓട്ടില്ല, പെണ്ണിനാണ് ഓട്ടുള്ളത്. എന്ത് പറയാൻ? ചേച്ചി കയറിപ്പോണ്ട് നൈസിന് ചോദിക്ക്. ചേച്ചി ഒരു 10 രൂപ പിടിക്കാനാ വോട്ട് ചോദിക്കാൻ. ഓ ചേച്ചി വോട്ട് തരണേ. ഉണ്ട് കൊള്ളാം കേട്ടോ. ഇതെന്തിന് ഈ ഡ്രസ്? ഈ ജയിച്ചാ നേരെ അങ്ങ് പോവാല്ലേ കേന്ദ്രത്തിൽ. അവരോട് സംസാരിക്കും. രണ്ടു വാക്ക്. ഞാൻ മാനങ്കര മണ്ഡലത്തില് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. എല്ലാരും എനിക്ക് വോട്ട് തരണം. എന്റെ ചിഹ്നം ചിഹ്നം ഒന്നും പറയണ്ട, അത് നമുക്കറിയാം. ആവശ്യത്തിന് തലയിലുണ്ടല്ലോ, അതുകൊണ്ട് അത് പറയണ്ട. കളിമണ്ണ് അറിയാമല്ലോ അവർക്ക്. അറിയാം. എന്റെ ചിഹ്നം കളിമണ്ണ്. നിനക്ക് പറ്റിയ ചിഹ്നോടാ കളിമണ്ണ്. അതിന്റെ മേലിൽ വേറെ ചിഹ്നം ഇല്ല. ഹലോ വാട്ട് യു മീൻ? ഞാൻ കളിമണ്ണിന്റെ കാരണല്ലേ ഇവിടെ ഇരിക്കുന്നത്, പിന്നെ എങ്ങനെ അങ്ങനെ കളിയാക്കാം? അത് ശരിയല്ല, അത് ശരിയല്ല. ചേച്ചിയുടെ തലയിൽ എന്റെ ചിഹ്നമാണെന്ന് തോന്നുന്നു. ആവശ്യമില്ല അതും ഇതൊന്നും പറയില്ല കേട്ടോ. പിന്നെ ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അല്ല, ഒരു കാര്യം പറയട്ടെ, മുപ്പത് നാളെ MLA യോ MP യോ ആയാല് പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ MLA MP ആയില്ലേ? അപ്പൊ ചേച്ചിയുടെ തലയിലും നിന്റെ ചിഹ്നം തന്നെ. അല്ലെ ഇങ്ങനെ വിളിച്ചോ. MLA ആവാൻ പോണം. ഞാനേ
ജയിച്ചു കഴിഞ്ഞാലേ എന്റെ ചിഹ്നം പോലുള്ള ഒരാളെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി എന്റെ പി എ ആക്കും. അണ്ണനില്ല അണ്ണനിച്ച് കാര്യ ഗൗരവമൊക്കെ ഉണ്ടല്ലോ. അഖില് സെലക്ട് ചെയ്തത് സെലക്ട് ചെയ്യുന്ന വെറും കളി കൊണ്ടാണ്. അവന്റെ ഭാര്യ ജോലിക്ക് പോകും, കൊച്ചു സ്കൂളിൽ പോകും, അതുകൊണ്ടാണ് ഇവിടെ കൊണ്ടാക്കിയത്. അവനാണ് എനിക്ക് പറ്റിയ PA. ഞാൻ പറഞ്ഞത് എന്റെ പി ആയിട്ട് എനിക്ക് വേറെ ജോലിയുണ്ട്. എന്റെ പി എ ഡയാനെ കൊണ്ടുപോവാ. ആരാ? ഡയാനെ പി ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളാം. ഇല്ല, ചൈന ക്ലൈമൾ എടുക്കൂല, ഗ്യാരണ്ടി ഇല്ല അതിന്. അയ്യോ ഞാൻ കാര്യം ചോദിക്കട്ടാ, നിനക്ക് ഈ ഇലക്ഷൻ നിൽക്കാനുള്ള ഈ പൈസ ഒക്കെ എവിടെ കിട്ടി? അറിവിടാത്തോട്ട് ചോദിക്കുന്നത്. അത് നാട്ടുകാരെല്ലാം കൂടെ പിരിവിട്ട് കൊടുത്തതാണ്. അത്ര സ്നേഹം കൊടുത്ത നാട്ടുകാർക്ക്. സ്നേഹം കൊണ്ടല്ല, ജയിച്ചു കഴിഞ്ഞാൽ 5 വർഷത്തിൽ പിന്നെ ഒരു ശല്യം കാണൂലല്ലോ, അതുകൊണ്ടും കൊടുത്താണ്. അല്ല, നീ ഇതും കൊണ്ട് ചെന്നപ്പോഴേ ഈ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും പറഞ്ഞില്ലേ? അയ്യോ, അവര് ഇവന്റെ പെരുമാറ്റത്തിൽ എന്തോ ഒരു സംശയം തോന്നിട്ട് പറഞ്ഞു ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്ന് ചോദിച്ചു, അയാൾ കഷ്ടപ്പെട്ട് പഠിച്ച് മേടിച്ച സർട്ടിഫിക്കറ്റ് അയാൾ തരൂല്ലെന്ന്. മോട്ടിക്കണം. ഇലക്ഷൻ കമ്മീഷൻ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ അതില്ല, ബാക്കിയുള്ളവരെ കഷ്ടപ്പെടണം. ഈ ബാക്കിയുള്ള കാര്യങ്ങൾ പറ. ജയിച്ചു കഴിഞ്ഞാൽ എനിക്ക് ജയിച്ചു കഴിഞ്ഞാൽ നേരെ മന്ത്രിയാവണം. അതി കുറഞ്ഞൊന്നും വേണ്ട. എന്നിട്ട് ഞാൻ മറ്റേ ഖജനാവിൽ കൈയിട്ട് വാരും, പിന്നെ ഒരു കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കണം. ഒരു മിനിറ്റ്, നിനക്കിപ്പോ നേരത്തെ ഒരു പ്രണയം ഉണ്ടായിരുന്നല്ലോ? ഉണ്ടായിരുന്നു, ഒരു പെണ്ണുണ്ടായിരുന്നു. ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്റെ അടുത്ത് പറഞ്ഞ് നമുക്ക് ഒളിച്ചോടി പോയി കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒളിച്ചോടിയാ? അവള് ഒളിച്ചോടി. അങ്ങനെ പറയരുത്. അവള് ഒളിച്ചോടുന്നതിന്റെ തിരക്കിൽ എന്നെ വിളിക്കാൻ മറന്നു പോയാ. 4 പിള്ളേരൊക്കെ റോഡിൽ ചേർന്ന് ചിരിച്ചൊക്കെ കാണിക്കും. എന്റെ അതെ, എല്ലാരും അഡ്വക്കേറ്റ് ഡോക്ടർ അമ്പളിക്കുട്ടന് കളിമണ്ണ് അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. ഈ അഡ്വക്കേറ്റ് എന്തോന്ന്? പിന്നെ 2020 LLB റാങ്ക് ഹോൾഡറല്ലേ ഞാൻ. എത്രാമത്തെ റാങ്കായിരുന്നു? അതറിഞ്ഞൂടാ. വീട്ടിൽ കൊണ്ട് കൊടുത്തപ്പോ അച്ഛൻ ചോദിച്ചു, നിന്റെ പഠിപ്പിച്ച സാറിന്റെ ഫോൺ നമ്പറാണ്. ഡോക്ടറാ? ഡോക്ടർ പിന്നെ LLB പൊളിഞ്ഞല്ലോ. അപ്പൊ അച്ഛൻ ഒരു ക്ലിനിക്ക് ഇട്ട് തന്നു. അടിപൊളി ക്ലിനിക്കായിരുന്നു. നമ്മൾ സാധാരണ ഒരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്തെങ്കിലും രോഗം, ഒരു പനിയായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മള് ചിലപ്പോ അറ്റാക്ക് ഒന്നിച്ചാവും. സാധാരണ ഹോസ്പിറ്റലിൽ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ മസ്തിഷ്ക മരണം വരും. അങ്ങനെയാണ് ആശുപത്രികൾ, ഇപ്പോഴത്തെ പൊതുവെയുള്ള ആശുപത്രികൾ. പക്ഷെ എന്റെ ക്ലിനിക്ക് അങ്ങനെയല്ല. അല്ല, പനിയായിട്ട് വന്നാ പനിയായിട്ട് മാത്രമേ ചാവൂ. അമ്പിളിക്കുട്ട, സപ്പോസ് ജനം ചുമ്മാതെ പറഞ്ഞത്. എനിക്ക് ഒരു ബോസും ഇല്ല, ഞാൻ പഴയ അമ്പിളിക്കുട്ടൻ. അല്ല, ഒരു കാര്യം ചോദിക്കാനായിരുന്നു. നാളെ നിങ്ങൾ MLA യോ MP ആയാല് നമ്മളുടെ സൊസൈറ്റിക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ പോണത്? ചേച്ചി, എനിക്ക് ഒരുപാട് ഐഡിയകളുണ്ട്. ആദ്യമായിട്ട് ജനങ്ങൾക്ക് കുളിക്കാൻ വേണ്ടി ശുദ്ധജല തടാകങ്ങൾ ഞാൻ ഉണ്ടാക്കും. അത് കൊള്ളാം, നല്ലൊരു ഐഡിയ ആണ്. ഇപ്പൊ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ അഴുക്ക വെള്ളത്തിൽ കുളിച്ചാലേ ഒരു ബാക്ടീരിയ ഉണ്ട്, ബ്രെയിൻ ഈറ്റിംഗ് ബാക്ടീരിയ, നോക്കിക്കൂടാ തലേക്ക്. ഇടയ്ക്ക് പത്രത്തിലൊക്കെ വായിച്ചു അങ്ങനെ സാധനമുണ്ട്. എന്റെ തലയിൽ കയറി. ഞാൻ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ എന്താ പറഞ്ഞു? പേടിക്കണ്ട, അത് പട്ടിണി ചെത്തെന്ന് പറഞ്ഞു. നോക്കിക്കൂടാ, പുറത്ത് നോക്കോളൂ. അങ്ങനെ വരൂ. പിന്നെ വേറൊരു സമൂലമായ മാറ്റം ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്, മറ്റേ നിയമസഭയിൽ മുണ്ടിന് പകരം പാന്റ് ആക്കും എല്ലാവർക്കും. മറ്റേ ദേഷ്യം വരുമ്പോ പെട്ടെന്ന് പോക്കും. പാന്റ് ആകുമ്പോ മറ്റേ ബെൽറ്റ് കുറെ പ്രശ്നങ്ങൾ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഈ ഗ്യാസിന് വേണ്ടി ഗ്യാസിന്റെ അടുത്ത് തീരുമാനമുണ്ട്. എല്ലാവർക്കും മെഡിക്കൽ സ്റ്റോർ വഴി വായു ഗുളിക സൗജന്യം. അതല്ലടാ, കുക്കിംഗ് ഗ്യാസ്. അത് പാചകവാകണം. ഗ്യാസ് അത് മറ്റേ മെയിൻ ആളുടെ അടുത്ത് പറയണം. അതാര്? മറ്റേ മേരെ പേരെ ദേശവാസിയോ നമ്മളെ നിൽക്കുന്ന കേസല്ല. അത് എന്നെ കൊണ്ട് പറ്റൂല, അത് അവിടെ പറയണം. പിന്നെ ഇനി എന്താണ് മാറ്റം വരുന്നത്? സമൂലമായ ഒരു മാറ്റം എന്ന് വെച്ചാൽ ഈ പെൻഷൻ കാശ് അത് വൃദ്ധർക്കല്ല കൊടുക്കുന്നത്, കൊച്ചുമക്കൾക്ക് കൊടുക്കും. അവരെ പോലെ ഉള്ളവർക്ക്. മനസ്സിലായില്ല. അവരെ കിട്ടിയാലും തട്ടിപ്പറിച്ചോണ്ട് ഓടത്തില്ലേ. ഒരു ട്രാൻസാക്ഷൻ ഒഴിവാക്കായോ. നല്ല ഐഡിയ. പിന്നെ വേറൊരു മാറ്റം എന്ന് വെച്ചാല് ഇവിടെ ഈ ഫ്ലോറിലൊരു മാറ്റമുണ്ട്. എന്ത് മാറ്റമാണ്? ഞാൻ എലീന പടിക്കലിനെ ആങ്കറിൽ നിന്ന് മാറ്റും. ആരെ കൊണ്ടുവരും? റിബേറ്റോമയെ കൊണ്ടുവരും. അതെന്തിനാണ്? ഇത് തുള്ളല് മാത്രമല്ലല്ലോ, മറ്റേ തുള്ളലും പാട്ടും കിട്ടും. അങ്ങനെ. പിന്നെ ഈ ഓൺലൈൻ വഴി മദ്യം കൊടുക്കുമെന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഞാൻ നിർത്തലാക്കും. വളരെ മനോഹരമായിരിക്കുന്നു. സത്യം, ഇന്ന് പല കുടുംബങ്ങളും ഇല്ലാതാകുന്നത് കൊണ്ടാണ്. ഈ മദ്യം ഇല്ലാതാക്കണം. ഓൺലൈൻ വഴിയുള്ള കുഴപ്പം നിർത്തലാക്കും. നന്നായി. എന്നിട്ട് പൈപ്പ് ലൈൻ വഴിയാക്കും. ഓരോ വീട്ടിലും ഓരോ തുറക്കുന്നു, അടിക്കുന്നു, കിടക്കുന്നു, പിന്നെ തുറക്കുന്നു, അടിക്കുന്നു, കിടക്കുന്നു.
സൂപ്പർ സംഭവമായിരിക്കും. അല്ല, പിന്നെ വേറൊരു ഇതെന്ന് ചോദിച്ചാൽ ഈ വീടില്ലാത്തവർക്ക് വീട് വെച്ച് നൽകും. അത് നല്ല പരിപാടി. അത് എല്ലാരും പറഞ്ഞ കണക്ക് വലിയ വീടൊന്നുമല്ല, ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും മതി, ധാരാളം. ഒരു കുടുംബത്തിന് സന്തോഷമായിട്ട് കഴിയാനുള്ളത്. ഞാൻ തന്നെയാണ് എന്റെ എഞ്ചിനീയർ, ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഞാൻ പ്ലാനും കൊടുത്തിട്ടുണ്ട്. ആണോ? പിന്നെ എന്റെ പ്ലാൻ ഒന്ന് കാണിച്ചു തരാം. പ്ലാൻ ഒരു ബെഡ്റൂം, ഒരു കുടുംബത്തിന് സുഖമായിട്ട് താമസിക്കാം. കൊള്ളാം, കൊള്ളാം. അതൊക്കെയാണ് എന്റെ പ്ലാനുകൾ. അപ്പൊ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യണം, എന്നെ വിജയിപ്പിക്കണം. പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് പാട്ട്? മറ്റേ പാട്ടില്ലേ, അത് സ്ഥാനാർത്ഥിക്കുണ്ടല്ലോ പാട്ട്. പാടാൻ കാട്ടി പാടട്ടാ? പാട്. റൈറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിഞ്ഞു, എന്നാലും പാടാം. ഏ ഡയാനെ ഒരു വോട്ട് തരാമോ? ഏ എലിനെ ഒരു വോട്ട് തരാമോ? ഏ അലിസെ ഒരു വോട്ട് തരാമോ? ശരിയേ ഹെൽപ്പ് ചെയ്യുമോ? സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുമോ? ജയിക്കും. അപ്പൊ എല്ലാരും എനിക്ക് വോട്ട് ചെയ്യുമല്ലോ. എല്ലാരും പറ്റിക്കരുത്, എനിക്ക് തന്നെ വോട്ട് ചെയ്യണം. ഓക്കെ, ശരിയാ അണ്ണ. അങ്ങോട്ട് പോവാൻ. എങ്ങോട്ട്? മണ്ഡലത്തിൽ പോണ്ടേ, മറ്റേ കാര്യങ്ങൾ എല്ലായിടത്തും ഒന്നുകൂടെ വിഷയം എല്ലാരും വോട്ട് ചെയ്യണം. എല്ലാരും അല്ലെങ്കിൽ മാനം പോവും. അതുകൊണ്ടാണ്. ചേച്ചി തിരിച്ചു വരൂ. ഓൾ ദി ബെസ്റ്റ്. മാനങ്കര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. സിറ്റിംഗ് MLA രാമകൃഷ്ണൻ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു സ്ഥാനാർത്ഥി 0 വോട്ട് നേടിയിരിക്കുന്നു. കളിമണ്ണ് ചിഹ്നത്തിൽ മത്സരിച്ച അമ്പിളിക്കുട്ടനാണ് ആ മഹാവ്യക്തിത്വം. കളിയാക്കല്ലേ, വോട്ട് തരാന്ന് പറഞ്ഞിട്ട് എല്ലാരും പറ്റിച്ചു തന്നെ. പൂജ്യമല്ലല്ലോ, ഞാൻ അറിഞ്ഞത് -0 പറഞ്ഞ എനിക്ക് വോട്ട് തരാന്ന്. എടാ എന്റെ വോട്ട് കൗലൂരാണ്, ഞാൻ നിനക്ക് വോട്ട് തന്നത്. പിന്നെ അപ്പൊ നിങ്ങളൊക്കെ എന്തൊക്കെ നിയമം? എടാ ഇത് തിരുവനന്തപുരം പെരുമ്പാവൂരൊക്കെയാണ്, നിനക്ക് എങ്ങനെ വോട്ട് വരും? ബുദ്ധിയില്ലടാ നിനക്ക്. അപ്പൊ ഇവരൊക്കെ ഞാൻ കോട്ടയം. എടാ, ഇതൊന്നും വോട്ട് പോലും ഇല്ല, കൊച്ചു പിള്ളേരാണ്. ഓ ചേച്ചിക്ക് ബോംബെയില്, എന്റെ മുംബൈ. പിന്നെ എന്തിനാ പിന്നെ എല്ലാരും കൂടെ ജയിപ്പിക്കാന്ന് പറഞ്ഞു? സപ്പോർട്ട് ഉണ്ട്, സപ്പോർട്ട് അമ്പിളിക്കുട്ട, സപ്പോർട്ട്. എന്തോ സപ്പോർട്ട്? 0 വോട്ടാണ് കിട്ടിയത്. അല്ല അത് ചോദിക്കട്ടെ, ആ സപ്പോർട്ട് നമ്മളുടെ ആ 0 വോട്ട്. അല്ല അപ്പൊ ഇവന്റെ നിന്റെ വോട്ട് മാറി കിട്ടത്? അതാണ് നമുക്ക് കേട്ടത്. നിന്റെ വോട്ട് എന്തേടി? അത് എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ചക്കപ്പുഴുക്കും മറ്റേ ഇതൊക്കെ ഉണ്ടാക്കി തരുമോ, ചക്ക അവിയലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ചക്ക. അതുകൊണ്ട് ഏതോ സാധനം എടുത്തിട്ട് ചിഹ്നം ചക്കയായിരുന്നു, അത് കണ്ടപ്പോ അതിനകത്ത് കുത്തി. ഞാൻ ഒരു വോട്ടൊക്കെ കിട്ടിയത്. ഞാൻ അടുത്ത വർഷം നിന്ന് എന്നെ ജയിപ്പിക്കുവോ? പിന്നെ അപ്പൊ ഞാൻ അത് വിടൂല. അടുത്ത വർഷം വീണ്ടും അമ്പിളിക്കുട്ടൻ, ചിഹ്നം വേറെയാണ്, അതൊരു തലച്ചോറ്. ഓക്കെ, എല്ലാരും ജയിപ്പിക്കാം അടുത്ത വർഷം. കാത്തിരുന്ന് നിങ്ങളുടെ പ്രേക്ഷകർ ഉൾപ്പെടെ ചോദിച്ചോണ്ടിരിക്കുവായിരുന്നു, എവിടെ നമ്മുടെ ടീം? കൂടുതൽ ചിരിപ്പിക്കാൻ. ആര് ചോദിച്ചു? ഞങ്ങള് കേട്ടില്ലല്ലോ. പ്രേക്ഷകരാണ്, നിങ്ങൾ കേൾക്കില്ല. എന്നാലേ കേൾക്കാൻ പറ്റുള്ളൂ. അത്ര പതുക്കെയാണ് പറയണത്, കാതോർക്കാൻ. അസൂയയും കുശുമ്പോയിട്ടിരുന്നതൊന്നും കേൾക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സാധാരണ കുശുമ്പും കുണ്ടായ്മ പറയുന്ന ആൾക്കാരല്ലോ പതുക്കെ സംസാരിക്കുന്നത്. നമ്മൾ ഞങ്ങൾ ഉറക്കെ പറയും. വലിപ്പം വേണം, എന്നാലേ എല്ലാം കാതോർത്ത് കേൾക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ മൈൻഡ് ചെയ്യണ്ട അവരെ. ഭയങ്കര അലമ്പാണ് കേട്ടോ ഈ വടക്കേക്കരക്കാര്. മക്കളെ പറ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോ ഞങ്ങൾ തെക്കേക്കരക്കാരുടെ ഒരു പ്രായത്തിലും നിഷ്കളങ്കതയിലും ചുറുചുറുക്കോടും കൂടി നിൽക്കുന്നു. നമ്മളിതാ വിളിക്കുന്ന ആരൊക്കെയാണ്? ബാലമണി, തേജസ് ആൻഡ് വേദ. അപ്പോ വടക്കേക്കരയ്ക്ക് വേണ്ടി റെഡി, 1 2 3. ഇതൊക്കെ വളരെ മ്ലേച്ഛമായ ചേഷ്ടകളാണ്. ഞങ്ങൾ അങ്ങ് ക്ഷമിച്ചു. പ്രേക്ഷകർ ഇതൊന്നും ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, ചിരിക്കാനുള്ള കറക്റ്റ് സാധനത ഇനി ഇവിടെ വരാൻ പോവാണ്. ചേച്ചി ആ ചുറുചുറുക്കിന് വേണ്ടി ആ ബാറ്ററി ഒന്ന് ഓണാക്കി തരും. ഓണാണ്. എന്നാ വരട്ടെ പിള്ളേരുടെ പെർഫോമൻസ്. തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. MLA സുനിത കീ ജയ്. എന്നെ പൊന്നണ്ണ, നമ്മൾ ഈ ഇലക്ഷന് ജയിച്ചിട്ട് നിങ്ങൾ എന്തിനാ മുദ്രാവാക്യം വിളിക്കുന്ന? ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ മുദ്രാവാക്യം. അടുത്ത 5 വർഷം നാട്ടുകാരെ വിളിക്കേണ്ടത്. മുദ്രാവാക്യോ? അല്ല, തെറി. അല്ല, ഇത്രേ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ട് ഇവരെന്നെ തന്നെ ഈ ഇലക്ഷനൊക്കെ നിർത്തിയെന്ത്? എടി, MLA എന്ന് പറഞ്ഞാൽ നിസാര കാര്യമാണോ? അങ്ങനെ ആരെങ്കിലും ഒക്കെ പിടിച്ച് നിർത്താൻ പറ്റുമോ? വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെ കിട്ടണ്ടേ? അതുകൊണ്ടായിരിക്കും അമ്മേനെ കൂടെ നിർത്തിയത്. ഈ അല്ല,
ഞാനും നിങ്ങളുടെ അമ്മയും കൂടെ ഒരേ വീട്ടിൽ നിന്ന് 2 പാർട്ടിക്ക് മത്സരിച്ച് എന്നിട്ട് ഒരു വോട്ടിന് ഞാൻ ജയിച്ച്. ആ ഒരു ഓട്ടന്റെ കള്ളോട്ടാണേ. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്ക് വിഷമാവോ? എന്ത് വിഷമം? എടി അമ്മ എന്നല്ലേ പറഞ്ഞു ഈ വീട്ടിൽ നിന്ന് ആര് ജയിച്ചാൽ ഒരു പ്രശ്നമില്ലെന്ന്, ഈ വീടിനൊരു MLA ആവുന്ന്. അമ്മയ്ക്കതൊരു വിഷയമേ അല്ല. നീ നോക്കിക്കോ, അമ്മ വരുമ്പോഴേ സന്തോഷം കൊണ്ട് ഈ വീട് സ്വർഗ വീടാവും. ആവും, അല്ലേ നമ്മൾ ആക്കും. അമ്മേ, എടി നീ ആ മുഖത്തോട്ടൊന്ന് നോക്കിയേ, തോറ്റേന്റെ എന്തെങ്കിലും വിഷമം ഉണ്ടോന്ന്? അയ്യോ, ആരാ ഇത്? MLA യുടെ അമ്മായി അമ്മയോ? ഇത്രയും വലിയ സന്തോഷമുള്ള ഒരു കാര്യം വീട്ടിൽ നടന്നിട്ട് അമ്മ എന്തമ്മ ഒന്നും പറയാതിരിക്കുന്ന? ഈ ലഡു അങ്ങോട്ട് എടുത്ത് തിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ അമ്മ. എന്നാ എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ. ഓ പറ. നീ ഇപ്പൊ തന്നെ MLA സ്ഥാനം രാജിവെച്ച് ബൈ ഇലക്ഷൻ വെക്കണം. എടി ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്കൊരു വിഷമമില്ലെന്ന്. വിഷമമുണ്ട് അമ്മയോട് ഇത്ര നല്ല കോമഡി അടിക്കോ? ആരെ കൊണ്ട് ഞാൻ തോറ്റ്. എടി നിന്നോട് ഞാൻ മര്യാദക്ക് പറയാണ്, നീ ഇത് രാജിവെക്ക്. അമ്മയ്ക്കെല്ലാവർക്കും ആഗ്രഹം ഈ വീട്ടിൽ നിന്ന് ഒരു MLA വേണോന്ന്. അത് ഈ MLA അല്ല, ഈ MLA. നീ എന്റെ മരുമോളാണ്. അതൊക്കെ പണ്ട്. MLA ആയ ശേഷം ഞാനിപ്പോ ഈ നാട്ടുകാരുടെ മരുമോളാണ്. ഇവിടെ നിന്റെ ഭാര്യയല്ലയോടാ? ഞാൻ ഇങ്ങനെ ഭാര്യയല്ല. MLA ആയ ശേഷം ഞാനിപ്പോ ഈ നാട്ടുകാരുടെ മകളാണ്. കണ്ടോ നിങ്ങളുടെ അമ്മയുടെ രസൂയ? അമ്മേ, അമ്മ വിഷമിക്കണ്ട. അടുത്ത വർഷം അമ്മയ്ക്ക് ഒന്നുകൂടെ ഇലക്ഷൻ നിൽക്കാമല്ലോ. വർഷം ഇലക്ഷൻ നിന്റെ അച്ഛനാണോ നടത്തുന്നത്? ഓ, അച്ഛൻ്റെ കാര്യമൊന്നും പറയണ്ട. എന്താണ് നിന്റെ അച്ഛനൊരു കുഴപ്പം? നിന്റെ അച്ഛൻ ആരെന്നറിയാമോ? ഇലക്ഷൻ കമ്മീഷനാണ്. ഇവര് പറയുന്ന കേട്ടതൊന്നും ഇലക്ഷൻ കമ്മീഷന്റെ ഓഫീസറാണ്. ഇലക്ഷൻ വന്നവർക്കൊക്കെ ഇവർക്ക് തന്നെ വോട്ട് കൊടുക്കണം എന്നും പറഞ്ഞ് കമ്മീഷൻ കൊടുത്തതിന്റെ പേരിൽ അങ്ങേര് ഇപ്പൊ ജയിലില്ല. അതാ ഇലക്ഷൻ കമ്മീഷൻ. കൊണ്ട MLA ഉള്ള അഹങ്കാരം നോക്ക്. അതെ, ഞാൻ വെറുതെ കുറെ ഇങ്ങോട്ട് MLA ആയിരുന്നല്ലോ. ജനവിധി എന്നോടൊപ്പമാണ്. അത് ശരിയാ, ജനങ്ങളുടെ വിധി അവരോടൊപ്പം. അത് നിങ്ങൾ ജയിച്ചിരുന്നെങ്കിൽ. നീ കൂടുതൽ പറയല്ലേ. ഞാനേ വോട്ട് ചോദിക്കാൻ വേണ്ടി ഒരു മരണ വീട്ടിൽ ചെന്നു. അവിടുത്തെ ചെറുക്കൻ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? എന്തുവാ? മരിച്ചുപോയ പാവ അപ്പൂപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് വോട്ട് തന്നിട്ട് മരിക്കണമെന്നായിരുന്നു. അമ്മ വിഷമിക്കണ്ട. മരിച്ചവരെ കൊണ്ട് വോട്ട് ചെയ്യിക്കുന്ന പാർട്ടിയല്ലേ അമ്മയുടെ. അതൊക്കെ പോട്ടെ. ഞാൻ ജയിച്ചത് ഞാൻ കൊടുത്ത വാഗ്ദാനങ്ങളും ഉണ്ട്. അതെ, ഇവള് ജയിച്ചാലേ കേരളത്തിലുള്ള സർക്കാർ സ്കൂളുകളിൽ ഇംഗ്ലീഷ് മീഡിയം കൊണ്ടുവരും. ഇംഗ്ലീഷ് മീഡിയം ഉണ്ടല്ലോ. ഉണ്ടോ? ഉണ്ടോടി? എനിക്കറിയത്തില്ല. നമ്മൾ പഠിച്ചപ്പോഴൊക്കെ മലയാളം മീഡിയം അല്ലായിരുന്നോ? അതായിരിക്കും എനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹിന്ദി മീഡിയം കൊണ്ടുവരും. അതാണോ വെറൈറ്റി ആണല്ലോ. എടി ഞാൻ കൊടുത്തതാടി വാഗ്ദാനം. എന്തോന്നു? ഞാൻ ജയിക്കുവാണെങ്കിൽ എല്ലാവർക്കും ഞാൻ കാറ് കൊടുക്കും. മഴക്കാറായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 കൊട കൂടി കൊടുക്കാൻ. അതെ, ഞാൻ കൊടുത്ത വേറൊരു വാഗ്ദാനം ഉണ്ട്. എന്തോന്നു? പാവപ്പെട്ട ഓരോ വീടുകളിലും ഓരോ മാസവും ഓരോ കിറ്റ് വീതം. അമ്മേ, അത് നിസ്സാര സംഭവം ഒന്നല്ല കേട്ടോ, ഈ പാവപ്പെട്ടവർക്ക് അരി സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. അതിന് ആര് പറഞ്ഞ അരിസാധനം കൊടുക്കാന്ന്? നീയല്ലേ പറഞ്ഞ കിറ്റ് കൊടുക്കാന്ന്? ഞാൻ കിറ്റ് കൊടുക്കാന്നല്ലേ പറഞ്ഞേ. അതിന്റെ അകത്തിടാനുള്ള സാധനം വേണമെങ്കിൽ അവര് പൈസ കൊടുത്ത് വാങ്ങിക്കും. ഞാൻ നിന്നോട് അവസാനമായിട്ട് പറയുന്നതാണ്, നീ ഇത് രാജിവെക്കേ. എനിക്ക് സൗകര്യമില്ല രാജിവെക്കാൻ. ഈ വീട്ടിലെ അവസാന വാക്ക് എന്റെ ആണെന്ന് പറഞ്ഞോടാ. ആണോ? അതെ, അമ്മയാണല്ലോ ഈ വീട്ടിൽ അവസാനം കിടന്നുറങ്ങുന്നത്. അപ്പൊ അമ്മയല്ലേ ലാസ്റ്റ് ഗുഡ് നൈറ്റ് പറയുന്നത്. അതാണ് അമ്മയുടെ അവസാനത്തെ വാക്ക്. കുഞ്ചലമേ, അമ്മേ ഇവളുടെ സാരിത്തുമ്പേ തൂങ്ങിക്കിടക്കണം നിന്നെ പിന്നെ കുഞ്ചലോന്നല്ല. ഒരു തോച്ചപ്പോ ഇവര് സ്വഭാവം മാറുന്നുണ്ടോ? ഇവരെ ഈ ഇടയ്ക്കിടയ്ക്ക് മാറുന്ന സ്വഭാവത്തിന് ഇലക്ഷൻ അറിഞ്ഞു കൊടുത്ത ചിഹ്നമാണ് ഇവരുടെ. എന്തോന്ന്? ഓന്ത്. അമ്മ ഇവള് ജയിച്ചതിന് പിണങ്ങിയിട്ട് കാര്യമൊന്നുമില്ല. ഇവളുടെ കൂടെ ഞാനും ഇലക്ഷൻ പറക്കിനൊക്കെ പോയിട്ട് തന്നെ അവള് ജയിച്ചത്. വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പം കൂടെ ചിഹ്നം കൊണ്ടുവന്ന് അതൊരു ട്രെൻഡാടാ. എന്ത്? അവളുടെ ചിഹ്നം മരവാഴയല്ലേ, അതുകൊണ്ടാ നിന്നെ നിങ്ങൾ കൂടുതൽ പറയൊന്നും വേണ്ട. നിങ്ങൾ എന്തോ ചെയ്തെന്നൊക്കെ എനിക്കറിയാം. ഞാൻ എന്തോ നീതടി എന്ത് എളുപ്പത്തിൽ ഉണ്ടാക്കണമെങ്കിൽ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയാൽ മതി എന്ന് എവിടെന്നോ പറയുന്നതും കേട്ടിട്ട് ഇവരെന്തോ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്തെന്നറിയാമോ? എങ്ങനെ എളുപ്പത്തിൽ മരുമോളുമായിട്ട് അടി ഉണ്ടാക്കാം. നിങ്ങൾ നോക്കിയില്ലേ? നോക്കി. ഇവൾ എന്നെ പറഞ്ഞു, നാളെ ഇവള് നിന്നെ പറയും. ഞാൻ അങ്ങനെ പറയത്തില്ല. ഞാൻ MLA ആയിട്ട് കിട്ടണ ഫസ്റ്റ് സാലറി കൊണ്ട് ഞാൻ എന്റെ ഭർത്താവിന് ഒരു സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കും. ഇവനാവുമ്പോ തൊടല് മതി. എടോ, നിങ്ങളെ കളിയാക്കിയതാണോ? ആണോ അമ്മേ? എന്റെ പാവം കുഞ്ഞിനെ കണ്ണും കലാശം കാണിച്ച് നിന്റെ സൈഡിലോട്ട് വളച്ചെടുത്തല്ലേടി. പിന്നെ എന്റെ സൈഡിലോട്ട് വളയ്ക്കാൻ ഇയാളാണ് സ്റ്റിയറിംഗോ? എന്നെ കളിയാക്കിയതാടാ. ആണോ സുനിതേ? എന്റെ ഈ 5 വർഷത്തെ ഭരണം കൊണ്ട് ഞാൻ ഈ മണ്ഡലം നന്നാക്കും. എന്നെ നന്നാക്കുന്നോ? അയ്യോ, മണ്ഡലം നന്നാക്കും. മണ്ഡലം നന്നാക്കും. ആദ്യം നീ വീടം നന്നാക്കും. അത് ഇപ്പൊ ശരിയാക്കി തരാം. അമ്മ ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവോ? എന്തിന്? നിങ്ങളല്ലേ പറഞ്ഞ വീട് നന്നാക്കണോ? എടീ,
നിന്നെ പെറ്റു വളർത്തിയ അമ്മയാണോ നിനക്കിഷ്ടം അതോ നിന്റെ പെണ്ണുപിള്ളയാണോ നിനക്കിഷ്ടം? ഓ ലോകത്തിലെ എല്ലാ ആണുങ്ങളും ഉത്തരം മുട്ടുന്ന ഒരേ ഒരു ചോദ്യമുള്ളൂ ഇത്. ഓ അല്ലേ ഞാൻ പൊളിച്ചേനെ. നിന്റെ കർണ തല്ലിയാ പൊളിച്ചാനെ. നിന്റെ ഭാര്യ അത് നിലക്ക് നിർത്താൻ നോക്കും. അതങ്ങ് നിയമസഭയിൽ പോയി പറഞ്ഞാ മതി. MLA ആയപ്പോ അവളുടെ അഹങ്കാരം. അതെ. ക്ലൈമാക്സ് റെഡി. ഞാനോ? അല്ല ഞങ്ങളോ? നീ MLA ആയപ്പോ നീ തന്നെയല്ലേ പറഞ്ഞത് ക്ലൈമാക്സ് പറഞ്ഞോളാന്ന്? അതെ ഞാനേ MLA അങ്ങനെ പല വാഗ്ദാനങ്ങളും തന്നിരിക്കും എന്നും പറഞ്ഞ് അതൊക്കെ നിറവേറ്റാൻ നടക്കുമെന്നോ? അപ്പൊ ക്ലൈമാക്സോ? ഇനി 5 വർഷം ഉണ്ടല്ലോ, അതിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് തോന്നി. അപ്പൊ അല്ല MLA. സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഒരു സെക്കൻഡ് ആ അടിപൊളിക്ക് വേണ്ടി കമോൺ ഗേൾസ് 1 2 3. മക്കളൊരു കാര്യം പറയട്ടെ, എന്ത് പറ്റിയെന്നറിയില്ല. ശരിക്കും പറഞ്ഞ നിങ്ങളുടെ പെർഫോമൻസ് വെച്ച് വടക്കേക്കരക്കാര് വരണ്ടേ, അവര് പറയണ്ടേ ഒന്ന് പറഞ്ഞേണ വടക്കേക്കരക്കാര് പ്രസന്റ് ചെയ്യണ്ടായിരുന്നു നിങ്ങള്. പക്ഷെ അവർക്ക് ഇഷ്ടം തെക്കേക്കര. എന്ത് ചെയ്യാൻ ചോദിച്ചു നോക്ക്, ഏതാ ഇഷ്ടം നിങ്ങൾക്ക്, ഇവിടെയാണോ അവിടെയാണോ? ഹലോ രണ്ടുപേരെ ഇഷ്ടം. വേണ്ടി ഞങ്ങളുടെ തൊണ്ടയിട്ട് അലിച്ച് ബാധിച്ച് ചോദ്യത്തിന് മുമ്പിലാണ് എന്റെ ഉത്തരം മുട്ടുന്നത്. മുത്തേ നിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് ട്ടോ. ആദ്യം നിങ്ങളെ ഇവർ രണ്ടുപേരും കൂടി മോനെ ട്രോളി, ഇനി ഒറ്റയ്ക്ക് നിന്നെ തന്നെ ട്രോളി. അത് അടിപൊളിയായിരുന്നു. നല്ല കണ്ടന്റ് ആയിരുന്നു. ആ കണ്ടന്റിനകത്തോണ്ട് നിങ്ങൾ ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അതായത് ആക്ഷേപഹാസ്യം പണ്ടും MLA രാഷ്ട്രീയ സ്കിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലൈമാക്സ് 5 കൊല്ലത്തിനകത്ത് എപ്പോഴും പറയാം. നല്ല തോട്ടായിരുന്നു. ബാലാമണി ചെയ്ത ക്യാരക്ടർ അല്ലേ ഈ ബാലമണി ഇവിടെ വന്ന് ആദ്യത്തെ സ്കിറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു അമ്മ പിടിച്ച് അന്ന് തൊട്ട് സൂപ്പർ. ഓരോ അമ്മ ക്യാരക്ടറിന്റെ ഒബ്സർവേഷൻ, ബോഡി ലാംഗ്വേജ് സൂപ്പർ. വോയിസ് മോഡുലേഷൻ പോലും. അല്ല അത് മാത്രല്ല, സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. എക്സ്ക്യൂസ് മീ യുവർ ഓണർ, മേ ഐ? നോ, അവിടെ നിൽക്കണോ നീ? സ്കൂൾ കുട്ടിയാണ്. ബട്ട് വാട്ട് ആൻ ഒബ്സർവേഷൻ. ഈ 2 ഫ്രണ്ട്സ് ദേ ആർ വെരി ഗുഡ്. മത്സരിച്ച് അഭിനയിക്കുന്ന 2 ഫ്രണ്ട്സ്. അതില് എന്റെ ചക്കര തേജസ്. തേജസ് എപ്പോഴും ഒരു അടിമ ഭർത്താവാണ്, പക്ഷെ നല്ലൊരു അടിമ. അവരുടെ ബോഡി ലാംഗ്വേജ് അതെ അതെ, ആ ഒരു എളിമയും അതെല്ലാം ഭയങ്കര നന്നായിട്ട് നല്ലൊരു ടീമായി നിങ്ങള്. MLA സൂപ്പർ ആയിരുന്നു. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു. വാതോരാതെ അവര് സംസാരിക്കാണ് നമ്മുടെ ടീമിനെ. എന്ത് ചെയ്യാനാണ് ഈ അവസരം? അല്ല, അവർക്ക് പറ്റിയ ഒരു തെറ്റ് അതായിരുന്നു. അവർക്ക് പറ്റിയ ഒരു തെറ്റ് എന്ന് പറയുന്നത് അവര് തെക്കേക്കര പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മാറ്റിയെടുത്തില്ലേ? നിങ്ങളിപ്പോ വാതോരാതെ സംസാരിച്ചില്ലേ? ടീമിൽ വന്നെങ്കിൽ ശരി. നല്ലൊരു സ്കിറ്റ് കണ്ടു. അത് തെക്കേക്കരയ്ക്ക് നല്ലൊരു അപ്രീസിയേഷൻ കൊടുക്കാം. റെഡി 1 2 3. ഇനിയാണ് മെയിൻ കാര്യം പറയാം. ബാലമണിക്കുട്ടി, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സിനിമ വിശേഷം പറയൂ. അടിപൊളി. എന്റെ ഫസ്റ്റ് മൂവി പള്ളിച്ചട്ടമ്പി ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു എല്ലാം. ഓഡീഷൻസ് ഉണ്ടായിരുന്നു, 3 ഓഡീഷൻ ഉണ്ടായിരുന്നു. സെലക്ട് ആയി, അങ്ങനെ കയറിയതാ. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. റൈറ്റ് ട്രാക്ക്, വെരി ഗുഡ്. താങ്ക് യു. അപ്പൊ ഇന്ന് ബാലമണിയാണെങ്കിൽ നാളെ തേജസ്സും വേദയും. ആക്ച്വലി സിനിമ ചെയ്തിട്ട് കൊറേ സിനിമകൾ ചെയ്ത ഒരാളാണ് തേജസ്. അവൻ സീനിയർ ചൈൽഡ് ആർട്ടിസ്റ്റ് ആണ്. ഞാൻ ഇവിടെ കടന്നു ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ആണോ? യെസ്, നല്ല പ്രായമുണ്ട്. അതെ, ഇത് ഞങ്ങളുടെ സീനിയർ സിറ്റിസനും. അല്ല, നിങ്ങൾ കാണുമ്പോ ഇത്രയല്ലേ, ഞാൻ അതൊന്നും ചെറുത് കണ്ടേ. എന്റെ മുമ്പിലാണ് ഇവൻ ആദ്യമായിട്ട് അഭിനയിക്കുന്നത്. ഞാൻ വിചാരിച്ചതേ ആദ്യമായി ഇവൻ അഭിനയിച്ചതും ഇവന്റെ വളർച്ച കണ്ടതും ആൻഡ് അന്ന് തൊട്ട്. പക്ഷെ അന്ന് ഇവന് സിങ്ക് സൗണ്ട് ആണ് ചെയ്യാറുണ്ടായിരുന്നത്, സോറി ഡബ് സ്മാഷ് ആണ് ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ഇവന്റെ നമ്മൾ കുറേ മാസങ്ങളായിട്ട് സൗണ്ട് കേൾക്കാത്തൊരു തേജസ് ആയിരുന്നു. പക്ഷെ ഇന്ന് അവന് സ്വന്തം ഒരു ക്യാരക്ടർ പിടിച്ച് അഭിനയിക്കുകയാണ്, സ്വന്തമായി ഡബ് ചെയ്യാണ്, ലൈവായിട്ട് പെർഫോം ചെയ്യാണ്. സോ പ്രൗഡ് ഓഫ് യു. അപ്പൊ ഞങ്ങളുടെ ടീം എത്ര സ്ട്രോങ് ആണെന്നുള്ള മനസ്സിലായല്ലോ. സിനിമയിൽ അഭിനയിക്കുന്നവരാണ് ഇവിടെ വന്ന് പെർഫോം ചെയ്യുന്നതെന്നുള്ളത് തെളിവ്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്ത തവണ വരുമ്പോ വേദ നമ്മുടെ പുതിയ സിനിമയുടെ വിശേഷങ്ങൾ നമുക്ക് പറയാം. അതെ, ഞങ്ങളുടെ ഉച്ചമ്പം നമ്മുടെ തന്നെ ആയിരിക്കുമല്ലോ. ചേച്ചി അവർ കാണട്ടെ ചേച്ചി, ആ ചാർജ് ആയ ബാറ്ററി. ഓ കാണാം, അവർ കാണാം. സന്തോഷത്തോടെ നോക്കിക്കോളൂ. യെസ്, കമോൺ. കോമഡി
യെസ് വടക്കേക്കരക്കാർക്ക് ഇപ്പൊ കുറച്ച് ആവേശം കൂടും നമുക്ക് നടത്താം. അതെ, കാരണം അപ്പോഴല്ല എപ്പോഴും നമുക്ക് അല്ല ആവേശം മാത്രമല്ല കുറച്ച് അഹങ്കാരം കൂടുന്നു പറയാം ഞാൻ അവിടെ പോയിരിക്കട്ടെ. പറയട്ടെ അത് പറ്റില്ല. അവിടെ വരുന്നാലും. അതായത് നമ്മൾ പ്രേക്ഷകർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും നടത്തുന്നില്ല. കോയിൽ കിടന്ന് വീഴാതെ ബാക്കി പറ. അതായത് ഈ വിതക്കില്ലേ, ഈ തമാശകൾ വിതക്കുന്നതെല്ലാം പൊന്നാക്കിയ ടീമിനെ നമ്മൾ കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ. ചേച്ചി, സ്ഥിരം പറയുന്ന പോലെ ബാറ്ററി ഓൺ ചെയ്ത് കൊടുത്താൽ ബാക്കി നമുക്ക് സ്കിറ്റ് അങ്ങ് കാണാം. ബാറ്ററി ഓൺ ആണ്, പക്ഷെ അതിന്റെ കൂടെ ചേച്ചി 2 പാലൈസ്. ഈശ്വര, ആദ്യമായിട്ടാണ് എന്റെ സീനിയർ വക്കീല് ജൂനിയർ വക്കീലായി എനിക്ക് വാദിക്കാൻ ഒരു കേസ് തരുന്നത്. അതും മലയാള സിനിമയിലെ ഒരു ശ്രദ്ധേയമായ കഥാപാത്രത്തിന്റെ കേസ്. ഇന്നെങ്കിൽ ഈ കേസ് ഒന്ന് വാദിച്ച് ജയിച്ചാൽ മതിയായിരുന്നു. അയ്യോ, ടെൻഷൻ ആവണേ ഒന്ന് പൊക്കി വെച്ചേക്കണേ. കൂൾ 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 കൂൾ. ഐ ഒബ്ജക്ഷൻ. നിന്റെ കൊച്ചച്ഛൻ ഇങ്ങനെ കേസ് വാദിക്കാൻ വേണ്ടി പോണത്. ഇങ്ങനെ കേസ് വാദിച്ചാൽ നീ തോറ്റു മോനെ. കേസ് തോക്കല്ലേ, ജയിക്കണം. ഞാൻ പ്രധാനപ്പെട്ട ഒരു കേസ് വാദിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുവാ. ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതിയോ? ശരി. മേഡം, ഞാനിന്ന് ആദ്യമായിട്ട് വാദിക്കാൻ വേണ്ടി പോവല്ലേ, അപ്പൊ അമ്പലത്തിലൊക്കെ ഒന്ന് പോയായിരുന്നേ. പ്രസാദോ വക്കീലേ? നക്കീല, ഒരു തുള്ളി പോലും നക്കീല. അതായിരുന്നോ? അതെ, നമ്മൾ ഇന്ന് പ്രധാനപ്പെട്ട കേസാ വാദിക്കാൻ പോണെന്ന് അറിയാലോ. നമ്മൾ നരസിംഹം സിനിമയിലെ പൂവലി ഇന്ദുചൂടന്റെ അച്ഛന്റെ കേസാണ് നമ്മൾ വാദിക്കാൻ പോകുന്നത്. അതെനിക്ക് അറിയാൻ പാടുള്ളൂ. ഈ ഇന്ദുചൂടന്റെ പേര് പറയുമ്പോ അറിയാണ്ടിരിക്കും ദേഷ്യം വന്നി. ഭാഗ്യട്ടോ സുകുമാരന്റെ കേസ് അന്വേഷിക്കേണ്ടിരുന്നത്. അല്ലെങ്കിൽ മേഡം സുഖിപ്പിച്ചല്ലേ എടോ, നമ്മള് വാദിക്കാൻ പോണ കേസ് ആരെന്ന് അറിയാലോ? ഇന്ദുചൂടന്റെ അച്ഛൻ ജസ്റ്റിസ് MK മേനോന്റെ കേസാണ് നമ്മൾ വാദിക്കാൻ പോകുന്നത്. മേഡം ഒന്നും കൊണ്ട് പേടിക്കണ്ട. ആ ജസ്റ്റ് മിസ് MK മേനോ ഞാൻ രക്ഷപ്പെടുത്തി. നല്ല ആളാണ് ഞാൻ കേസ് ഏൽപ്പിച്ചേക്കണം. എടോ, ജസ്റ്റ് മിസ് അല്ല, ജസ്റ്റിസ്. അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഒന്ന് മിസ്സായി പോകുന്നല്ലേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ മേഡം, ഇങ്ങനെ എന്താണ് ഈ പൂവള്ളി എന്നൊരു ഇരട്ടപ്പേരൊക്കെ വീട് പേര്? അച്ഛൻ ഒരു സൈഡിൽ നിന്ന് വള്ളി പിടിക്കും, മോൻ ഒരു സൈഡിൽ നിന്ന് വള്ളി പിടിക്കും. 2 വള്ളിയും കൂടി ചെന്നപ്പോ പൂവള്ളി ആയതാണ്. പിന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല, ഇതൊന്ന് ഊരി എടുക്കണം. ഒരു കേസ് നടത്താൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എന്താണോ കാണിക്കുന്നത്? ഇതൊന്ന് ഊരി തരാൻ പറഞ്ഞു. തുണി ഊരണ കാര്യമല്ല പറഞ്ഞത്. കോടതി ചെന്നേമ്പോ മേനോ സാറിന് ഊരിക്കൊണ്ട് വന്നോന്ന്. അയ്യോ, അപ്പൊ നഗ്നതാ പ്രദേശത്തെ പേര് എന്തൊക്കെയായിരിക്കും? അല്ല, മേനോ സാറിന് കോടതി ഉള്ളിൽ പോയിട്ട് ഊരിക്കൊണ്ടിരുന്നൊക്കെ പറഞ്ഞു. മേനോ സാറിന് തുണി ഊരണ കാര്യമല്ല പറഞ്ഞത്. ശ്രദ്ധിച്ച് കേക്ക്. മേനോ സാറിന് ഈ കേസിന് എങ്ങനെയെങ്കിലും ഊരിക്കൊണ്ട് പോനോന്ന്. അത് ഞാൻ ഊരിക്കൊണ്ടിരും, അത് പേടിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ജസ്റ്റ് പരോളെങ്കിലും ഒന്ന് മേടിച്ചു തന്നാ മതി. കരോളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കല്ലേ. ഞാനായിരിക്കും കേട്ടോ. മോനും കിട്ടടാ. ഇത് ദൈവമേ, പരോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കരോൾ സെറ്റ് ചെയ്ത് പോന്നേക്കണ്. ഈ കണക്കിന് ജാമ്യം എടുക്കാൻ പറയാ, സേമി എടുത്തിട്ട് വരുമല്ലോ. കേസ് വാദിക്കാൻ വല്ലതും അറിയോടോ? എനിക്ക് കേസ് വാദിക്കാനൊക്കെ അറിയാം കേട്ടോ. കേസ് ഒന്ന് വായിച്ചേ. സെക്ഷൻ 302. സെക്ഷൻ 302. കേസൊക്കെ തന്നെ. ഇതിലെ ലൂപ്പോളൊന്നും ശരിയല്ലല്ലോ. അത് വേറൊന്നല്ല, ഇന്നലെ രാത്രി മൂലം ഭക്ഷണം കഴിച്ചപ്പോ തുടങ്ങിയതാണത്. വയറിനകത്തൊരു ലൂസ് ഹോള്. അത് ഞാൻ ശരിയായിക്കോളാം മേഡം. എടോ, ആ മണപ്പള്ളി പവിത്ര മേനോ സാറിനെ കാണാൻ വന്നായിരുന്നോ? പവിത്രം മണപ്പിക്കാൻ വരാൻ പുള്ളിന്റെ സാമ്രാജ്യം കാര്യല്ലടോ പറഞ്ഞത്. മണപ്പള്ളി പവിത്ര മേനോ സാറിനെ കാണാൻ വന്നു. ഒരാളും പുള്ളിനെ കാണാൻ വേണ്ടി വന്നില്ലേ? തോന്നല്ലേ ആ പാർവതി ശാരസ്യാർ ആയിരിക്കും. ആരാ പാർവതി ശാരസ്യാർ? മേഡം കിടക്കാനായിട്ട് പറയണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോണു. മേഡം വാദിച്ചത് ഞാൻ വായിച്ച പൊള്ളി. ഇത് തന്നെ പറഞ്ഞൊപ്പിച്ച പാടെ എനിക്കറിയാം. സത്യം പറഞ്ഞ ഈ കേസ് ഞാൻ തനിക്ക് തരാനുള്ള കാര്യം എന്നറിയോ? എന്താണ്? എനിക്ക് ഈ പേര് പറയാൻ കിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഈ പാർവതി ശാരസ്യാർ, പാർവതി മേഡം ഉണ്ടല്ലോ, ഈ പാർവതി ശാരി സാറും നമ്മുടെ മേനോ സാറും തമ്മിൽ ഒരു അവിഹിത ബന്ധമുണ്ട്. അതാണ് ഈ കേസിന്റെ പിടി. അവിടെ എന്റെ ബ്രില്യൻസ്. അവിഹിത ബന്ധമല്ലേ പ്രശ്നം? ഞാൻ ആ അവിഹിത ബന്ധം വെട്ടിയിട്ട് അവിടെ ബെസ്റ്റി ആക്കിയിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പാർവതി വെട്ടിയാർ എന്ന് പറയുന്ന ആള്, മറ്റേ സാധനം പറയാൻ, ഈ പാർവതി വെട്ടിയാർ MK മേനോൻ സാറിന് കൊടുക്കാനുള്ള ഒരു കത്തിന്റെ കോപ്പി വാട്സാപ്പിൽ മേഡത്തിന് അയച്ചിട്ടുണ്ട്. ഞാൻ തനിക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. താനപ്പത് പഠിച്ചില്ലേ? ഞാനത് പഠിച്ചു, ഞാൻ വീഡിയോ കണ്ടോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാൻ വായിക്കാം. മേഡം, MK മേനോൻ അദ്ദേഹം ബാത്റൂമിൽ പോയി കാണാൻ. ബാത്റൂമിലല്ലേ? അപ്പീലിന് പോയതായിരിക്കുള്ളൂ.
അദ്ദേഹത്തിനെ മാത്രമായി കാണാനെന്നാണ്. മാത്രമായി കാണാനാണോ? അങ്ങ് തേങ്ങ തിരിക്കണം. അങ്ങേര് ജയിലിൽ കിടന്ന് എന്ത് തേങ്ങ തിരിക്കാനാണ്? എന്ത് തേങ്ങാന്ന് എഴുതിയേക്കണത്? എടോ അങ്ങ് തേങ്ങാതിരിക്കണം, കരയാതിരിക്കണോന്ന്. അങ്ങനെയാണല്ലേ? ഞാൻ ഇവിടെ എങ്ങനെ ജീവിക്കുന്നോർത്ത് ചന്തി വെച്ച് ദുഃഖിക്കരുത്. ചന്തി വെച്ചൊക്കെ എങ്ങനെയാണോ ദുഃഖിക്കുന്നത്? എനിക്കറിയാൻ പാടില്ല. ഞാനൊക്കെ മുഖം വെച്ച് ദുഃഖിക്കാറുണ്ട്. അത് മാത്രമല്ല ഒന്ന് മുക്കും ഒന്ന് എനിക്ക് വേണ്ടി ചോറിയും. അല്ലാണ്ട് വേറെ പരിപാടിക്ക് ഞാൻ എടോ അത് അങ്ങനെയല്ലടോ, എന്നെ കുറിച്ച് ഓർത്ത് ചിന്തിച്ച് ദുഃഖിക്കരുതെന്നായിരിക്കും. ശേഷ അങ്ങനെയായിരുന്നല്ലേ? കൊറേ നാളുകൾ ശേഷം ഒരു കത്തെഴുതണാണ്. അതിനകത്ത് ചന്തി നെയ്ക്കര കക്കൂസ് എന്താണ് ഞാൻ അത് മേനോട് സാറിന് അയച്ചു കൊടുക്കുന്നത്. അതെന്തിനാടോ? അദ്ദേഹം അത് എഡിറ്റ് ചെയ്ത് വായിച്ചോളും. ആവശ്യത്തിലുള്ള കണ്ടന്റ് പുള്ളിക്കകത്തിലുണ്ട്. ശരിക്കും തനിക്ക് കേസ് വാദിക്കാൻ വല്ലതും അറിയാവോ? എനിക്ക് മേഡം ഒരു ഹിന്ദി ഇട്ടായോ? हिंदी ओके हमारा तुम्हारा कोई इടപാട് नहीं तू तुम्हारा പാട് देखो भाई എനിക്ക് ആകെ ഹിന്ദി മാത്രം അറിയാൻ പാടില്ല. ഹിന്ദി അല്ല പിന്നെ കിട്ടാണ്ട് ഒരു സാധനം ഇട്ടൂലേ? അതെന്തുട്ടാ എടാ ഹിന്ദി ഹിന്ദി നമ്മുടെ പോലീസ് നായ റോസി മേനോ സാറിന്റെ വിറകുപുരയെന്ന് മേനോ സാറിന്റെ ബ്ലൗസ് കണ്ടെത്തി. അതാണ് കേസിന് വഴിത്തിരിവായത്. ഇത്രയും ഗാംഭീര്യ സൗണ്ട് ഉള്ള മേനൻ സാറ് ബ്ലൗസ് ഇട്ടു. ശബ്ദം മറയ്ക്കാനാണോ ബ്ലൗസ് ഇടുന്നത്? ബ്ലൗസ് അല്ല ബ്ലൗസ് ഇല്ലടോ ബ്ലൗസ് എന്നാണ്. ഉറപ്പാണോ? അപ്പൊ കൃഷിക്കാര് നോക്കാൻ വേണ്ടിട്ടാണ് കാര്യസ്ഥനെ നിർത്തിയത്. കാര്യസ്ഥൻ അവിടെയും കൃഷി ഇറക്കി. അത് തന്നെ സംഭവം. അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 24 മണിക്കൂർ മേനോൻ സാർ എന്തിനാ ഈ കയ്യിൽ ഗ്ലൗസ് ഇട്ട് നടക്കുന്നത്? ബോറടിക്കുമ്പോഴേ മുക്കാല ഡാൻസ് കളിക്കാൻ. പുള്ളി സിനിമാറ്റിക് ഡാൻസിന്റെ ട്രൂപ്പിലുണ്ടോ? പുള്ളിക്ക് വാദമുണ്ടെന്ന്. പിന്നെ എന്തിനാ നമ്മൾ ഏൽപ്പിച്ചത്? പുള്ളിക്ക് സ്വയം വാദിക്കാൻ പാടില്ല. അങ്ങനെയായിരുന്നോ? എന്റെ ദൈവമേ സത്യം ഞാൻ പറയാലോ, ഒരു 100 കേസ് തള്ളി നീക്കി വെച്ചിട്ടാ ഞാൻ ഈ വന്നേക്കുന്നത്. ഇപ്പൊ തന്നെ ശ്വേതാമേനോന്റെ കേസുണ്ട്, മമ്മൂട്ടിയുടെ കേസുണ്ട്, മോഹൻലാലിന്റെ കേസുണ്ട്. ഇതൊക്കെ ഞാൻ തള്ളി നീക്കി വെച്ചിട്ടാ വന്നത്. തള്ളി നീക്കുന്നല്ല, തള്ളി മറച്ചു വെച്ചേക്കെന്ന് പറഞ്ഞു. താൻ കൂടുതൽ വർത്താനം പറയലേ. ഒന്നുമില്ലെങ്കിൽ 5 കൊല്ലം ഞാൻ ലോ കോളേജിൽ പഠിച്ച പെണ്ണാ. മേഡം ലോ കോളേജിലല്ലേ? ഞാൻ ഹൈ കോളേജിൽ 1 വർഷം പഠിച്ചു. അവൻ എന്നൊക്കെ മേഡത്തിനേക്കാൾ സീനിയർ ഞാൻ. വക്കീലാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഈ കേസ് നമ്മൾ വാദിച്ച് തോൽക്കുകയാണെങ്കിൽ ഇന്ദുചൂടൻ ആ കേസ് മാരാർക്ക് കൊടുക്കും. നന്ദഗോപൻ മാരാറിന് കൊടുക്കും. ഓഹോ ഓഹോ അങ്ങനല്ല താനന്ന വീട്ടിലൊപ്പിച്ച് പാട് താനന്ന. ഞാൻ ഈ മാരാറിന്റെ കാര്യം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു മമ്മൂട്ടി മമ്മൂട്ടിക്ക് കോടതി ചെന്ന് മറ്റേ ഷാൽ എറിയുമ്പോൾ പറഞ്ഞ ഇംഗ്ലീഷിൽ അടിക്കും. തനിക്ക് ഇംഗ്ലീഷ് വല്ല അറിയാവോ? ഞാൻ ആദ്യം മലയാളത്തിലുള്ള കേസ് കറക്റ്റായിട്ട് പഠിക്കണം. കേസ് ഞാൻ പഠിച്ചോണ്ടിരിക്കുകയാണല്ലോ. എന്റെ ദൈവമേ താൻ കോട്ടിടാനെങ്കിലും ഒന്ന് പഠിക്കണോ? കാര്യമല്ല പറഞ്ഞത്, കോട്ടിടാൻ പഠിക്കാൻ. ഞാൻ വാദിക്കാൻ പോകുമ്പോ ഇട്ടോളന്നേ. എടോ താനൊരു കാര്യം ചെയ്യ്, ആ ക്യാൻറ്റീനിൽ വിറ്റ്നസ് ഉണ്ട്, എല്ലാം കഴിച്ചു തരാം. വാ, വിറ്റ്നസ് പലഹാരമല്ലേ? സാധനമല്ല അവിടെ സാക്ഷി ഇരിപ്പുണ്ടെന്ന്. സാക്ഷിനൊക്കെ ഞാൻ രാവിലെ പോയി കണ്ടാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ നോട്ട് ചെയ്ത് വന്ന്. അന്ന് പിന്നെ IPC സെക്ഷൻ ഒന്ന് പറഞ്ഞേ. ചെന്നൈ സൂപ്പർ കിങ്സ്, ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ്, ഡൽഹി ക്യാപിറ്റൽസ്, മുംബൈ ഇന്ത്യൻസ്, IPL ടീം സെലക്ഷൻ. IPC സെക്ഷൻ എന്താണെന്നറിയോ? ഇന്ത്യൻ പീനക്കോഡ്. ഈ പീനക്കോഡ് എന്താണെന്നറിയോ? അതായത് കൊറേ കപ്പലണ്ടി എടുത്തിട്ട് അതിന്റെ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ എടുക്കും. എന്റെ ദൈവമേ, അത് തന്നെയാണ് ഞാൻ ഇംഗ്ലീഷിലും പറഞ്ഞത്. സത്യത്തിൽ ഈ മേനോ സാറിന് പുറത്തിറക്കാൻ വല്ലതും അറിയാവോ? മേഡത്തിന് എന്നെ വിശ്വാസമില്ല. മേഡം ഒരു കാര്യം നോക്കൂ, ഞാൻ കോടതിയിൽ കയറുന്നു, ജഡ്ജിന്റെ മുന്നിൽ കയറി പറയുന്നു, ഈ നിൽക്കുന്ന MK മേനോൻ നിരപരാധിയാണ്, അദ്ദേഹത്തെ വെറുതെ വിടുമെന്ന് പറയുന്നു. ജഡ്ജി കേട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ നിന്ന് ദേഹമാസകലം പെട്രോൾ ഒഴിച്ച് ഞാൻ ഭീഷണിപ്പെടുത്തി പറയും, നിരപരാധിയാണ്, വെറുതെ വിടൂ. എന്നിട്ടും വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ജഡ്ജിയുടെ വീട്ടിലെ മാവിന്റെ പൊക്കത്ത് കയറും കെട്ടി കഴുത്തിൽ തൂങ്ങിയാടും. എന്നിട്ട് ഞാൻ പറയും, ഈ നിൽക്കുന്ന MG സോമൻ നിരപരാധിയാണ്. അതെ, ആ പുള്ളി നിരപരാധിയാണ്. പിന്നെയും വിട്ടില്ലെന്നുണ്ടെങ്കിൽ ആ MK മേനോൻ കുത്തി നടക്കണ വടിയൊന്നും എനിക്ക് മേടിച്ചു. എന്തിനാ വടി? ഞാൻ ഇങ്ങോട്ട് വന്ന വഴിക്ക് അവിടെ ഒരു പപ്പങ്ങ മരം കണ്ടായിരുന്നു. അതിനകത്തൊരു പപ്പങ്ങ കിടപ്പുണ്ട്. എന്തിനാ പപ്പങ്ങ? തന്റെ ഇമ്മാതിരി ക്രിമി അടിക്ക് ഞാൻ കണ്ട മരുന്നതാ. അയ്യ അങ്ങനൊന്നും പറയല്ലേ. മേഡം കേസ് വാദിക്കാൻ സമയമായേ. ചെന്ന് വാദിക്കണ സമയം കളിയില്ലേ? ഞാൻ പെട്ടെന്ന് പോയി വാദിച്ചു വരാം. അപ്പച്ചൻ അയ്യോ അപ്പച്ചൻ അയാൾ ഈ കേസ് എന്താക്കോ എന്തോ. നിങ്ങളിപ്പോ വിചാരിക്കണുണ്ടാവും ഞാൻ എന്ത് ചെയ്യണെന്നല്ലേ. എന്റെ ജൂനിയർ വക്കീൽ കേസ് വാദിക്കാൻ വേണ്ടി പോയേക്കണേ, ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ചെയ്യണതാ. നല്ല ചൂട് സർബത്ത് മേഡം എന്താ പറഞ്ഞത്? എനിക്ക് കേസ് വാദിക്കാൻ അറിയാത്തൊരു മൊണ്ണയാണെന്നല്ലേ? മേഡം ഞാൻ അതിനകത്ത് പോയിട്ടില്ല. കാരാ കൂരി കേരൊക്കെ വാദിച്ച്. എടോ താൻ ഹാർബറിലാണോ പോയത് കോടതിയിലാണോ പോയത്? അങ്ങനെ പിന്നെ കാരാ കൂരി കേരി എന്നൊക്കെ പറയുന്നത് അതല്ല, കാരാ കോര വാദിച്ച് ഈ
പുള്ളിക്ക് എത്ര വർഷം തടവ്? 2 വർഷം. ഞാനത് വാദിച്ച് 6 വർഷം ആക്കിയിട്ടുണ്ട്. ഇനി മേഡം എന്നെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് തന്നെ കുറിച്ചൊന്നും പറയാനില്ല, തന്റെ വീട്ടുകാരെ കുറിച്ച് പറയാനുണ്ട്. എന്താ ചെവി ഒന്ന് കാണിച്ചേ. ആന്റി ക്ലൈമാക്സ് പറഞ്ഞ് നിർത്തി കേട്ടിട്ടുണ്ട്, തെരി ക്ലൈമാക്സ് പറഞ്ഞ് ആദ്യമായിട്ടാ. എന്നാലും കുഴപ്പമില്ല. ഓ, അതെങ്കിലും ഒന്ന് മെനക്ക് പറയടോ ജൂനിയർ. കേസ് ഡിസ്പോസിബിൾ. കോടതി ആയതുകൊണ്ട് കേസ് കേട്ട് ആയതുകൊണ്ട് നമ്മളത് വിട്ട് കളഞ്ഞിരിക്കും. അതെ, അവരെന്നാ വെച്ചാ പറഞ്ഞോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അപ്പീലിന് പോയ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു. എനിക്ക് വിഷ്ണുപ്രിയ ഉണ്ടല്ലോ, മറ്റേ ദേഷ്യപ്പെട്ട് പറഞ്ഞില്ലേ, അത് അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ആയപ്പോ എനിക്ക് ശ്വാസം മുട്ടി വിഷ്ണുപ്രിയയുടെ പെർഫോമൻസ് കണ്ടിട്ട്. അല്ല, ഒരു നോൺ സ്റ്റോപ്പ് ഒരു മാരത്തൺ ആയിരുന്നു. ബിക്കോസ് ഒരു പോസ് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് വരുന്നതിന് മുമ്പേ അടുത്ത വിഷ്വലൈസേഷൻ ഒരു നല്ല ഒരു ഇറ്റ് വാസ് എ ഗുഡ് ഭയങ്കര മത്സരിച്ച് അഭിനയിക്കാൻ. ഡയലോഗ്സ് ആണ് ഇവരുടെ ഇഷ്ടംമാതിരി ഡയലോഗ്സ്. ഒരു ഡയലോഗും കറക്റ്റ് അല്ല, അതാണ് ഏറ്റവും എല്ലാം വേറെ എന്തുവാണ്, ഫുൾ ഒന്നും കറക്റ്റ് അല്ല. അത് ഓർക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടാണ്. അല്ല, അത് അവർക്ക് മനസ്സിലായി. ഒന്നും കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാല് നമ്മൾ ക്യാരക്ടർ നമ്മൾ പറയില്ലേ, നമുക്ക് ഇതെല്ലാം അറിയാം, അപ്പീൽ അറിയാം, യുനോ കേസസ് ഡിസ്മിസ്ഡ് എന്ന് അറിയാല്ല. അത് വരയ്ക്കും എന്റെ വരെ ഡിസ്പോസിബിൾ. ദിസ് ഇസ് ഡിസ്പോസിബിൾ ഫ്രം മൈ സൈഡ് ഓൾസോ. നല്ലായിരുന്നു. അല്ല, കേസ് രക്ഷിക്കാൻ വേണ്ടി അവിഹിതം വെട്ടി ബെസ്റ്റ് എഴുതിയതും ഭയങ്കരമായി. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ സ്കിറ്റ് നടക്കുമ്പോഴേ അപ്പൊ മനസ്സിൽ തറച്ചു എല്ലാവരുടെ. അടിപൊളിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ തന്നെയാ, വടക്കേക്കാരക്കാരെ എന്തിറക്കിയാലും മനസ്സിൽ തറക്കും. ഒരു വ്യത്യസ്തമായിരിക്കും നമ്മൾ, അല്ലേ മക്കളെ? പക്ഷെ അത് ഞങ്ങളെല്ലാരും അങ്ങ് അംഗീകരിക്കുന്നില്ല. നിങ്ങളെല്ലാം അംഗീകരിക്കാത്തേ ഉള്ളൂ. പിള്ളേരെ പറഞ്ഞ എങ്ങനെയായിരുന്നു? അടിപൊളിയല്ലേ? അതിപ്പം വടക്കേക്കര ഇറക്കിയാലും തെക്കേക്കര ഇറക്കിയാലും ഇവർ രണ്ടുപേരും നമ്മുടെ മുത്തുകളാണ്. അങ്ങനെയാണെങ്കിൽ ബാറ്ററി നോക്കാം. ഓക്കെ, ബാ. ₹22,000 ആണ് നേടിയിരിക്കുന്നത് ശ്വേത ചേച്ചി. 22,000 രൂപ ക്രെഡിറ്റ് ചെയ്യേണ്ടതാണ്. കൺഗ്രാറ്റുലേഷൻ. ഇനി പ്രേക്ഷകർ ഉൾപ്പെടെ എല്ലാരും കാത്തിരുന്ന ആ ഒരു നിമിഷം അല്ലെ, എന്താണ് ഇവരുടെ ആ പെർഫോമൻസ്? ഘോഷയാത്രയിൽ നമ്മൾ കാണുന്ന ആ ഒരു സ്മാർട്ട് ആയിട്ടുള്ളതും ജിൽ ജിൽ എന്ന് നിൽക്കുന്ന ആ ഒരു പെർഫോമൻസ് ഇനി നമ്മൾ ഈ വേദിയിൽ കാണാൻ പോവുകയാണ്. സോ വയനാട്ടിൽ നിന്നും എത്തിയ ടീം ഗ്രാമം പെർഫോമൻസ് കാണാം. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മിടുക്കി പെണ്ണേ, തിരിച്ചിട്ടും മറിച്ചിട്ടും കുളിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്കപ്പെണ്ണേ. പട്ട പെടക്കെന്ന് ഹാത്ത് നീ വണങ്ങിയാൽ ഉടനെ അറ്റാക്ക്, കത്തി കയറുന്ന കണക്കുള്ള പോക്ക്, മത്തു പിടിച്ചിട്ടു കറങ്ങുന്നു വാക്ക്, കരിമ്പിന്റെ രസമുള്ള നീ തന്നെ, സുഖത്തിന്റെ സരിഗമ നീ തന്നെ. കടുകിട്ടു വറുത്തൊരു കടക്കണ്ണു മാടിച്ചെന്നെ കുടുക്കിട്ടു വലിക്കല്ല മിടുക്കി പെണ്ണി, തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും ഹരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കുടുക്കപ്പെണ്ണി. പേരുകേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി, പേരുകേട്ട തറവാടി പോക്കിരിക്കുതെമ്മാടി, മണ്ണിലെ സത്യമേ സോമകന്യകേ, സടകുടഞ്ഞ വില്ലാളി ചോരയുള്ള പോരാളി, ഇന്ദ്രനും ചന്ദ്രനും ബന്ധുവാണു നീ, ചന്തമോടെ എന്നും നീയോ എന്റേതല്ലേ സുന്ദരി, അന്തിവെട്ടമാറും നേരം സ്വന്തം നീയേ കൺമണി, ചട ചട തുളുമ്പടി കരളിന്റെ കുടത്തിലെ ഹണിയാൻ ഉടനെ നിറയാൻ വരണേ
മതി മതി പുറപടരും തിരുമധുരം പുകരാൻ കട്ടുകിട്ടു പറത്തൊരു കടക്കണ്ണും അടിച്ചെന്നെ കൊട്ടിക്കിട്ടു വലിക്കില്ലേ മിടുക്കി പെണ്ണേ ആ തിരിച്ചിട്ടും മറിച്ചിട്ടും കുണിച്ചിട്ടും മരിച്ചിട്ടും കുളിപ്പിച്ചു കിടത്തല്ലേ കൊടുക്കപ്പെണ്ണേ. ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. Wow. കണ്ടോ, ഇത്രയൊക്കെ ഉള്ളു നിങ്ങളുടെ ടീമിനുള്ള സ്നേഹം. കണ്ടില്ലേ, ഞാൻ മാത്രം ഇങ്ങനെ അതെ, എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു. അതിൽ പ്രത്യേകിച്ച് ഈ മൂന്നാമത് നിൽക്കുന്ന മോളുടെ ചിരി ഭയങ്കര രസം. അതേതാ മൂന്നാമത് നിൽക്കുന്ന മോളുടെ ചിരി? ഇദ്ദേഹം. നീ ഇത്രയും പേര് ഇങ്ങനെ കാണിക്കുന്ന കണ്ടില്ല, അവൾക്ക് ആ അച്ഛത്തിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റൂ. ഞാൻ അവളെ നോക്കിക്കൊണ്ടിരുന്നത് നന്നായിരുന്നു. നല്ല കോസ്റ്റ്യൂം, നല്ല കോസ്റ്റ്യൂം, ഭയങ്കര എടുത്ത് നൈസ് ബ്ലൂ, നൈസ് ഗോൾഡ്, നൈസ് ഒരു ഓഫ് വൈറ്റ്, ട്രഡീഷണൽ, ബ്യൂട്ടിഫുൾ. മക്കളെ സൂപ്പറാണ് കേട്ടോ എല്ലാവരും. നിങ്ങൾ തന്നെ ഇട്ട പേരല്ലേ വീരനടനം, അതിന് അനുയോജ്യമായ പേരുണ്ട്, നിങ്ങളുടെ പെർഫോമൻസിന് അനുയോജ്യമായ പേര് ആണ് വീരനടനം. നിങ്ങളിട്ട് നമ്മൾ തന്നെ ഇട്ട പേരാണ് വീരനടനം എന്നുള്ളത്. ഓ, ഞാൻ വിചാരിച്ച ഡാൻസ് ഫോമിന് നമ്മൾ അതുപോലെ നിങ്ങളുടെ ഈ ടീമിന്റെ പേരും ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുണ്ട്. ഗ്രാമം. അതല്ല എനിക്ക് സംശയം, നിങ്ങൾ എങ്ങനെ ഇവിടെ വരാൻ കാരണം എങ്ങനെയാണ്? ഞാൻ അതാണ് ആലോചിക്കുന്നത്. ഇത്രയും നല്ല ടീം ഇത് എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ആരാണ് കൊണ്ടുവന്നത്? കാരണം നമ്മുടെ പരിപാടി കിടിലാണല്ലോ. അല്ല എന്നാലും ഇവിടെ ഒരു കാരണക്കാരൻ കാണുമല്ലോ ഇവിടെ വരാൻ. കാരണക്കാരൻ അഖിലേട്ടൻ തന്നെയാണ്. Again വടക്കേക്കര. എങ്ങനെയാണ് അഖിൽ ചേട്ടൻ കൂടെ പഠിച്ചതാണോ? ഒരു മിനിറ്റ്, ഇതിന് വേണ്ടി ഒരു മണി, ഒരു പ്ലീസ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇതല്ല, ഇത് സൂപ്പർ. താങ്ക് യു. ആക്ച്വലി പിള്ളേരെ മണിയടിച്ച് അഖിലേട്ട് ഇവിടെ വന്നതിനും കൂടെ കേട്ടോ മണി. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ടീം ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്കൊരു കോള് വന്നു. എന്നിട്ട് അമൃത ടിവിയുടെ കോമഡി മാസ്റ്റേഴ്സിൽ വരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അരുണിന്റെ നമ്പർ അയച്ചു കൊടുത്തു. ഇവിടെ വരുന്ന ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഇവരാണെന്ന് എനിക്കറിയില്ല. ആ ചേച്ചി എന്റെ അടുത്ത് പറഞ്ഞു ചേട്ടനാണ് നമ്പർ കൊടുത്തിട്ട് നമ്മളിവിടെ വന്നത്. ഞാൻ ഞെട്ടിപ്പോയി. കറക്റ്റ് വെച്ചു. ആ ചേച്ചിന്ന് വിളിച്ചോണ്ട് ഞാൻ ചോദിക്കാണ്. ചേച്ചിയുടെ പേര് റീന. ചേച്ചി എന്ത് ചെയ്യാ? ഞാൻ ഹൗസ് വൈഫാണ്. ഇവരെല്ലാവരും പിള്ളേരാണോ അതോ പഠിക്കുന്നവരാണോ ജോലി ചെയ്യുന്നവരാണോ? ഏതാ മോള്? ഒന്ന് കാണിക്കൂ. ആരാ? നിന്നെ തൊട്ടടുത്തേക്കുന്ന കുട്ടിയാ. ദൈവമേ, കണ്ടോ പറയുന്നുണ്ടോ? ഞാൻ വിചാരിച്ച കോളേജിൽ അപ്പൊ ഞാൻ ചേച്ചി കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഞാൻ ബഹുമാനം കൊണ്ട് വിളിച്ചേട്ടാ. അതെ, സൂപ്പറാണ്. സൂപ്പർ. എന്നാലും എനിക്ക് തോന്നുന്നു ചേച്ചി, നമുക്ക് നമ്മുടെ എപ്പിസോഡിൽ ഇവരുടെ പെർഫോമൻസ് കണ്ടതിന് ശേഷം ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ഉണ്ട്, വില്ലി വൈറ്റ് ദ ബ്രൈറ്റും ഉണ്ട്. പക്ഷെ ഇവർ ഈ ചിരിച്ചോണ്ടിരിക്കുന്നോണ്ട് കറക്റ്റ് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് വെച്ച് തേച്ച് നിൽക്കുന്ന പോലെ ഉണ്ടല്ലേ? അല്ല, നമ്മൾ എപ്പോഴും എപ്പിസോഡിന്റെ ലാസ്റ്റ് പറയുമല്ലോ ബ്രഷ് ബിഫോർ ബെഡ്. ഇവർ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. ആ ചിരിയിൽ അതുണ്ട്. ദ ബ്രൈറ്റ് ഇവർക്ക് കൊടുത്താൽ കൊള്ളാം എന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ ചേച്ചിയുടെ ഡിസിഷൻ നമുക്ക് ഞാൻ പറയുന്നത് ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ, വില്ലി വൈറ്റ് ദ ബ്രൈറ്റ്, ഇത് രണ്ടും ഇവർക്ക് തന്നെയാണ്. അല്ലേ? അല്ലേ? നല്ല തീരുമാനം. അങ്ങനത്തെ മെയിൻ ആയിരുന്നു. ഇവരാണ് ആക്ച്വലി നമ്മുടെ ഈ എപ്പിസോഡിന്റെ എനർജി തുടങ്ങിയത്, തന്നത്. അപ്പൊ എന്തായാലും യെസ്, പ്ലീസ് ജോയിൻ us ചേച്ചി. നമുക്കത് അവർക്ക് നൽകാം. All right, ഇന്നത്തെ എപ്പിസോഡിൽ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ ആൻഡ് വില്ലി വൈറ്റ് ദ ബ്രൈറ്റ് ഗോസ് ടു ടീം ഗ്രാമ. ക്യൂട്ടി ദ ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ, അതോടൊപ്പം തന്നെ വില്ലി വൈറ്റിന്റെയും ഗിഫ്റ്റ് ഹാമ്പർ നേടുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. സൂപ്പർ. ശരിക്കും ഇവര് ആപ്റ്റ് ആണ് കാണാൻ. എല്ലാവരും ഇവിടുന്ന് നോക്കുമ്പം ഇത് വാങ്ങിക്കുമ്പോഴത്തേക്കും എല്ലാരും കറക്റ്റ് ഡാൻസിന്റെ സ്റ്റെപ്പിൽ തന്നെ നിൽക്കാം. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. കോർഡിനേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ഒരു കോർഡിനേഷൻ ഇല്ലാത്ത നമ്മളും. അത് വേണമായിരുന്നോ? നമ്മളും നല്ല കോർഡിനേറ്റ്. നിങ്ങൾ നല്ല കോർഡിനേറ്റ്. അപ്പൊ ഈ കോർഡിനേഷനിൽ എനിക്ക് ഒറ്റ കാര്യം എല്ലാവരോടും പറയും, ഇങ്ങനെ ഡാൻസ് കളിക്കും എല്ലാം ചെയ്താലും ഉറങ്ങുന്നതിന് മുമ്പ് ബ്രഷ് യുവർ ടീത്ത് ബിഫോർ ബെഡ്. ഓക്കെ, വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. ഇത് പറഞ്ഞുകൊണ്ട് നമുക്ക് ബൈ പറയാം. അടുത്ത എപ്പിസോഡ് വീണ്ടും കാണാം. എന്നാൽ ഷക്കീൽ ബൈ.